ശിവപുരാണം വിദ്യേശ്വര സംഹിത അദ്ധ്യായം 22 ശിവന്റെ നൈവേദ്യം കഴിക്കുന്നതിനെക്കുറിച്ചും കൂവളത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഋഷിമാർ പറഞ്ഞു. ഹേ നല്ല മുനി, ശിവന് അർപ്പിക്കുന്ന നൈവേദ്യം മറ്റുള്ളവർ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച്, കൂവളത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരൂ. സൂത പറഞ്ഞു. ഹേ മഹർഷിമാരെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. സന്തോഷത്തോടെ ഞാൻ എല്ലാം വിശദീകരിക്കാം. ശിവന്റെ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ അനുഗ്രഹീതരാണ്. നിർമ്മലനുമായ ഭക്തിപൂർവം സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ദൃഢനിശ്ചയമുള്ള ശിവഭക്തൻ ശിവന്റെ നൈവേദ്യം കഴിക്കണം. ആസ്വദിക്കാൻ യോഗ്യമല്ലാത്ത എല്ലാ ചിന്തകളും അവൻ ഉപേക്ഷിക്കണം. ശിവന്റെ നൈവേദ്യം കാണുമ്പോൾ തന്നെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. അത് ഉൾക്കൊള്ളുമ്പോൾ കോടിക്കണക്കിന് പുണ്യങ്ങൾ നിമിഷനേരം കൊണ്ട് നമ്മിലേക്ക് ഒഴുകിയെത്തും. 1000 യാഗങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കോടിക്കണക്കിന് യാഗങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശിവന്റെ നൈവേദ്യം കഴിക്കുമ്പോൾ ഒരാൾക്ക് ശിവനുമായി ഒരു താതാത്മ്യവും ലഭിക്കും. ഒരു കുടുംബത്തിൽ ശിവന്റെ നൈവേദ്യം അംഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലായാൽ ആ വീട് പവിത്രമാകും. അത് മറ്റുള്ളവരെയും പവിത്രമാക്കും. ശിവന്റെ നൈവേദ്യം സമർപ്പിക്കുമ്പോൾ അത് സന്തോഷത്തോടെയും വിനയത്തോടെയും സ്വീകരിക്കണം. ശിവനെ സ്മരിച്ചുകൊണ്ട് അത് ആവേശത്തോടെ കഴിക്കണം. ശിവന്റെ നൈവേദ്യം അർപ്പിക്കുന്ന ഒരാൾക്ക് പിന്നീട് അത് കഴിക്കാമെന്ന് കരുതി ഉടൻ കഴിക്കാൻ വൈകിയാൽ അവൻ പാപങ്ങൾ വരുത്തിവെക്കും. ശിവന്റെ നൈവേദ്യം സ്വീകരിക്കാൻ ആർക്കും മനസ്സില്ലെങ്കിൽ അവൻ പാപികളുടെ പാപിയായിത്തീരുകയും നരകത്തിൽ വീഴുകയും ചെയ്യും. ശൈവ ആരാധനാക്രമത്തിൽ പ്രവേശിച്ചതിനുശേഷം ഭക്തൻ ഹൃദയത്തിൽ സങ്കൽപ്പിച്ചതോ ചന്ദ്രക്കല, വെള്ളി, സ്വർണം മുതലായവയിൽ നിർമ്മിച്ചതോ ആയ ലിംഗബിംബത്തിന് സമർപ്പിക്കുന്ന ഭക്ഷണസാധനങ്ങളിൽ പങ്കുചേരേണ്ടതാണ്. എല്ലാ ശിവലിംഗ പ്രതിഷ്ഠകളുടെയും നൈവേദ്യം ഒരു വലിയ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. അത് ശുഭകരമാണ്. ശൈവ ആരാധനയിൽ പ്രവേശിച്ചതിനുശേഷം ഒരു ഭക്തൻ അത് കഴിക്കണം. മറ്റ് ആരാധനാക്രമങ്ങളിൽ ദീക്ഷ സ്വീകരിക്കുകയും എന്നാൽ ശിവഭക്തി നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തികൾ ശിവന്റെ നൈവേദ്യം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം സന്തോഷത്തോടെ കേൾക്കുക. താഴെ പറയുന്ന ലിംഗരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാലഗ്രാമക്കല്ല്, രാസലിംഗം, പാറയിൽ നിർമ്മിച്ച ലിംഗങ്ങൾ, വെള്ളി, സ്വർണം, സ്ഫടികങ്ങൾ, രത്നങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നത്, ദേവന്മാരും സിദ്ധന്മാരും സ്ഥാപിച്ച ലിംഗങ്ങൾ, കാശ്മീരലിംഗങ്ങൾ, ജ്യോതിർലിംഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നത്, ശിവന്റെ നൈവേദ്യം കഴിക്കുന്നത് ചന്ദ്രായന ചടങ്ങിന് തുല്യമാണ്. ദൈവത്തിന് സമർപ്പിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചാൽ ബ്രാഹ്മണനെ കൊന്നയാൾ പോലും തന്റെ എല്ലാ പാപങ്ങളും ഉടനടി ഇല്ലാതാക്കും. ബാണലിംഗം, ലോഹലിംഗം, സിദ്ധലിംഗം, സ്വയംഭൂലിംഗം. മറ്റ് എല്ലാ വിഗ്രഹങ്ങളിലും ശിവന്റെ പരിചാരകരിൽ ഒരാളായ ചണ്ഡന് അധികാരമില്ല. ചണ്ഡത്തിന് അധികാരമില്ലാത്തിടത്ത് ഭക്തിയോടെ പുരുഷന്മാർക്ക് ഭക്ഷണയാഗം കഴിക്കാം. എന്നാൽ ചണ്ഡത്തിന് അധികാരമുള്ളിടത്ത് ആരും ഭക്ഷണയാഗത്തിൽ പങ്കെടുക്കരുത്. ആചാരപരമായ വുദു അനുഷ്ഠാനത്തിനു ശേഷം ആരെങ്കിലും ആ വെള്ളം 3 തവണ കുടിച്ചാൽ അയാൾ ചെയ്ത 3 തരത്തിലുള്ള പാപങ്ങളും വേഗത്തിൽ നശിച്ചുപോകും. ശിവനൈവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അത് ലിംഗത്തിൽ യഥാർത്ഥത്തിൽ പതിച്ചിരിക്കുന്ന വസ്തുവാണ്. ഹേ മഹാഋഷിമാരെ, ലിംഗവുമായി സമ്പർക്കമില്ലാത്തത് ശുദ്ധമാണെന്നും അതിനാൽ അതിൽ പങ്കുചേരാമെന്നും പറയുക. അത് ശാലഗ്രാമ ശിലയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അത് ശുദ്ധമാണ്. അത് ഭക്ഷണമായാലും ഇലയായാലും പൂവായാലും പഴമായാലും വെള്ളമായാലും സ്വീകരിക്കാവുന്നതാണ്. ഹേ മഹർഷിമാരെ, ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അന്നദാനത്തെക്കുറിച്ചുള്ള തീരുമാനം പറഞ്ഞത്. ഇനി ശ്രദ്ധയോടെ ഭക്തിയോടെ എന്നെ കേൾക്കൂ. കൂവളത്തിന്റെ മഹത്വം ഞാൻ വിശദീകരിക്കാം. ഈ കൂവളം ശിവന്റെ പ്രതീകമാണ്. ദേവന്മാര് പോലും ഇതിനെ ആരാധിക്കുന്നു. ഇതിന്റെ മഹത്വം മനസ്സിലാക്കാന് പ്രയാസമാണ്. ഒരു പരിധിവരെ മാത്രമേ ഇതിനെ അറിയാന് കഴിയൂ. ലോകത്തിൽ ഏത് പുണ്യകേന്ദ്രമുണ്ടെങ്കിലും അത് കൂവളത്തിന്റെ വേരിനു കീഴിൽ ഒരു സ്ഥലം കണ്ടെത്തുന്നു. കൂവള വൃക്ഷത്തിന്റെ ചുവട്ടില് ലിംഗരൂപത്തിലുള്ള മഹാദേവനെ ആരാധിക്കുന്നവന് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവായിത്തീരും. അവന് തീർച്ചയായും ശിവനെ പ്രാപിക്കും. ഒരു കൂവള വൃക്ഷത്തിന്റെ ചുവട്ടില് തലയില് വെള്ളം ഒഴിക്കുന്നവന് ഭൂമിയിലെ എല്ലാ പുണ്യജലങ്ങളിലും കുളിച്ചതായി കണക്കാക്കാം. തീർച്ചയായും അവന് പരിശുദ്ധനാണ്. കൂവള വൃക്ഷത്തിന്റെ ചുവട്ടിലെ ജലാശയം വെള്ളം നിറഞ്ഞിരിക്കുന്നത് കണ്ട് ശിവന് അത്യധികം സന്തുഷ്ടനാകുന്നു. കൂവള വൃക്ഷത്തിന്റെ വേരിനെ സുഗന്ധങ്ങളും പൂക്കളും അർപ്പിച്ച് ആരാധിക്കുന്ന പുരുഷന് ശിവലോകത്തെ പ്രാപിക്കുന്നു. അവന്റെ സന്തോഷം വർദ്ധിക്കുന്നു. അവന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നു. കൂവള വൃക്ഷത്തിന്റെ ചുവട്ടില് ഭക്തിപൂർവം ഒരു നിര വിളക്കുകള് സ്ഥാപിക്കുന്നവന് സത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയും ശിവനില് ലയിക്കുകയും ചെയ്യുന്നു. പുതുമയുള്ള ഇളം മുളകൾ സമൃദ്ധമായി വളരുന്ന കൂവള വൃക്ഷത്തെ ആരാധിക്കുന്നവൻ പാപങ്ങളിൽ നിന്ന് മുക്തനാകും.
ഒരുവൻ ഒരു കൂവള വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ശിവഭക്തന് ഭക്തിപൂർവ്വം ഭക്ഷണം നൽകിയാൽ അയാൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 10 ദശലക്ഷം മടങ്ങ് ഫലം ലഭിക്കും. ഒരു കൂവള വൃക്ഷത്തിന്റെ ചുവട്ടില് പാലും നെയ്യും ചേർത്ത അരി ഒരു ശിവഭക്തന് ദാനം ചെയ്യുന്നവന് ഒരിക്കലും ദരിദ്രനാകില്ല. ഹേ ബ്രാഹ്മണരെ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശിവന്റെ ലിംഗരൂപത്തിലുള്ള പ്രതിരൂപത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉൾപ്പെടുന്ന ആരാധനാരീതി വിശദീകരിച്ചു തന്നു. ഇത് 2 തരത്തിലാണ്. ഒന്ന് ലൗകിക കാര്യങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന് അവയെ യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചവർക്കുള്ളതാണ്. ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പീഠാരാധന എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളും നിറവേറ്റുന്നു. അവർ ഒരു പാത്രത്തിൽ പൂർണ്ണമായ ആരാധന നടത്തണം. പ്രതിഷ്ഠയുടെ അവസാനം വേവിച്ച അരിശാലി ഭക്ഷണമായി സമർപ്പിക്കണം. ആരാധനയുടെ അവസാനം ലിംഗരൂപം വീട്ടിൽ പ്രത്യേകം ശുദ്ധമായ ഒരു പേടകത്തിൽ സൂക്ഷിക്കണം. ലോകത്തെ നിവൃത്തം ത്യജിച്ചവൻ കരപൂജ കൈവെള്ളയിൽ ആരാധന അനുഷ്ഠിക്കണം. ആ ഭക്ഷണം താൻ സ്വയം സ്വീകരിക്കാൻ ശീലിച്ച ദേവന് സമർപ്പിക്കണം. സൂക്ഷ്മമായ ലിംഗരൂപം നിവൃത്തങ്ങൾക്ക് പ്രത്യേകം ശുപാർശ ചെയ്യുന്നു. ആരാധനയ്ക്കും ഭക്ഷണയാഗത്തിനുമായി വിശുദ്ധ ചാരം അർപ്പിക്കണം. ആരാധനയുടെ അവസാനം അവൻ എപ്പോഴും ലിംഗരൂപം തലയിൽ വയ്ക്കണം. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.